നമസ്തേ ജഗൽപതേ നമസ്തേ രമാപതേ നമസ്തേ ദാശരഥേ നമസ്തേ സതാം പതേ നമസ്തേ വേദപദേ നമസ്തേ. നമസ്കാരം. ഇന്ന് കർക്കിടകം 22 രാമായണ പാരായണത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് സമുദ്ര ലംഘനത്തിനെ കുറിച്ചാണ്. സമുദ്രം ലംഘിച്ചുകൊണ്ട് സീതാമാതാവിന്റെ അടുത്തെത്തി രാമൻ നൽകുന്ന മോതിരം സീതയ്ക്ക് കൈമാറുവാൻ വേണ്ടിയാണ് ഒരു ദൂതനായി ഹനുമാൻ ലങ്കയിലേക്ക് പോകുന്നത്. ഒരു ദൂതന്റെ യഥാർത്ഥ ഗുണഗണങ്ങളും സവിശേഷതകളും എന്താണെന്ന് നമുക്ക് നമ്മുടെ ആചാര്യൻ ശ്രീ ഗോപിനാഥ് പുത്രികയോട് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്തേ. നമസ്തേ. രാമായണത്തിലെ ഏറ്റവും പ്രസക്തമായ ഒരു ഭാഗങ്ങളാണ് അല്ലെ ഈ സമുദ്ര ലംഘനം. ഇവിടെ വെച്ചാണ് നഷ്ടപ്പെട്ട സ്ഥിതിയെ തിരിച്ച് രാമന്റെ പടയാളികളിൽ ഒരാളായ അല്ലെങ്കിൽ രാമദൂതനായി പോകുന്ന ഹനുമാൻ കണ്ട് എത്തുന്നത്. അപ്പോ എങ്ങനെയാണെന്ന് ഇതിനെ നിർവചിക്കുന്നത്? ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് ഹനുമാൻ തന്നെ പറയുന്നുണ്ട്, അദ്യൈവ പശ്യാമി രാമപത്നീമഹം. അതാണ് ദൂതന്റെ കഴിവ്. സാധാരണ ദൂതന്മാരെ പോലെയല്ല അദ്ദേഹം. അദ്യൈവ പശ്യാമി, അദ്യ ഏവ, ഇന്ന് തന്നെ, അദ്യ എന്ന് പറഞ്ഞ ഇന്ന്. അദ്യൈവ പശ്യാമി രാമപത്നീമഹം, ഞാൻ ഇന്ന് തന്നെ രാമന്റെ പത്നിയെ കാണുന്നു എന്ന് അവിടെ ചെല്ലുന്നതിന് മുമ്പ് പറയുകയാണ്. അവിടെ ചെന്ന് കണ്ടില്ല, അതിനു മുമ്പേ തന്നെ ഹനുമാൻ പറയുന്നത്, ഇന്ന് തന്നെ ഞാൻ രാമപത്നിയെ കാണുന്നു, പശ്യാമി. അതാണ് ദൂതന്റെ ആത്മവിശ്വാസവും ആത്മബലവും അതുപോലെ ബാഹുബലവുമല്ല. അപ്പോ ശരിയായ ഒരു ദൂതന് മാത്രമേ ആ ഒരു കാഴ്ചപ്പാട് ഉണ്ടാവുകയുള്ളൂ. രാമൻ കൊടുത്ത അങ്കുലീയം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. രാമന്റെ കയ്യിൽ നിന്ന് ആ അങ്കുലീയം കൈപ്പറ്റിയപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു. അദ്ദേഹം പറയുന്ന വാക്കാണ്, ഞാൻ ഇന്ന് തന്നെ സീതയെ കാണുന്നു. സീതയെ കണ്ടതിന് തുല്യമാണ് അങ്കുലീയം വാങ്ങിവെച്ചുകൊണ്ടുണ്ടാകുന്നതിന്റെ അവസ്ഥ. ഇത് തന്നെ നമ്മുടെ ജീവിതത്തിലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ജനിമരണ ജലനിധിയെ വിരവൊടു കടക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. ജനിമരണ ജലനിധിയെ, ജനനമരണമാകുന്ന ഈ ജലനിധിയെ തരണം ചെയ്യുക എന്നുള്ളതാണ് മാനവ ജീവിതത്തിന്റെ ലക്ഷ്യം. ഇവിടെ സമുദ്ര ലംഘനത്തിലൂടെ ഹനുമാനിലൂടെ നാം കാണേണ്ടതായ ആ ഒരു ആത്മീയ തത്വവും അത് തന്നെയാണ്. നാം ഓരോരുത്തരും ഈ സംസാര സാഗരം നീന്തിക്കടക്കുന്നതിന് വ്രതമെടുത്തിട്ടുള്ളവരാണ്. ആ അർത്ഥത്തിലും നമ്മൾ ഓരോരുത്തരും രാമന്റെ ദൂതനാണ്. രാമദൂതന്മാർക്ക് മാത്രമേ ഈ സംസാര സാഗരമാകുന്ന ഈ സാഗരത്തെ അനായാസമായി ലംഘിച്ചുകൊണ്ട് മുന്നേറുവാൻ സാധിക്കുകയുള്ളൂ എന്ന തത്വം കൂടി ഇതിന്റെ പിന്നിലുണ്ടെന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ കയ്യിലൊക്കെ ഉണ്ട് ആങ്കുലീയം. രാമന്റെ അങ്കുലീയവും ചുമന്നുകൊണ്ടാണ്. അതാണ് ആ തസ്യാങ്കുലീയവും ഉണ്ട് ശിരസ്യമേ, എന്റെ ശിരസിൽ ആ അങ്കുലീയമുണ്ട്. ആ ബോധം, ആ ആത്മബോധം, അല്ലെങ്കിൽ ആ കാര്യാർത്ഥ സിദ്ധ്യർത്ഥം ഉള്ള ജീവിതം, അത് നാം തിരിച്ചറിയണം. ഇവിടെ ദൂതന്റെ ആ ഒരു പ്രത്യേകതയെ പറ്റി ചോദിച്ചു, എന്തുകൊണ്ടാണ് ഹനുമാന്റെ കയ്യിൽ കൊടുത്തത്? ഏതൊരു യജ്ഞത്തിലും നിരവധി ദൂതന്മാരെ അയക്കുന്നുണ്ട്. നിരവധി ദൂതന്മാരെ അയക്കുന്നുണ്ടെങ്കിൽ പോലും രാമനെ പോലെ ത്രികാലജ്ഞാനിയും പണ്ഡിതോചിതമായി ചിന്തിക്കുന്ന ഒരു വ്യക്തിയും വേറെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം സർവശാസ്ത്ര പാരംഗതനാണ്. സീത എവിടെയുണ്ടെന്ന് രാമൻ അറിയാം. അത് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം സീത ആരാണ്, സീത എന്ന് പറയുന്ന ആ ധർമ്മ സ്വരൂപിണി എന്താണ്, ഇത് രാമനോളം മറ്റാർക്കും അറിയില്ല. അതുകൊണ്ട് ആ തന്റെ ദൂതനായി പോകുന്ന വ്യക്തികളിൽ ഏറ്റവും അഭികാമ്യമായ പ്രവൃത്തി ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഹനുമാനെയാണ് രാമൻ ആ അങ്കുലീമേൽപ്പിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹനുമാനെ പോലെ രാമനെ ജഗദ്ഗുരുവായി കാണുന്ന വേറൊരാളില്ല. രാമൻ ജഗദ്ഗുരുവാണ്. ആ
ജഗദ്ഗുരുവായി ഈ ശ്രീരാമനും ഹനുമാൻ സ്വാമിയും തമ്മിലുള്ള ഈ ഊഷ്മളമായ ഒരു ബന്ധം, ഭക്തി തുടങ്ങുന്നത് ഒരു പക്ഷെ ഇവിടെ വെച്ചാണോ? കാരണം ഈ ഹനുമാന്റെ ജീവിതം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, അദ്ദേഹം ആദ്യമേ പറയുന്ന പോലെ സൂര്യനെ പിടിക്കാൻ പോയ ആളാണ്. അത്രമാത്രം കുട്ടിക്കാലം മുതൽ തന്നെ. ആ ജീവിതത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സമൂഹത്തിലുള്ള ആരെയും അങ്ങനെ ഒരു ഗുരുവായിട്ട് കാണുന്ന ഒരു പ്രകൃതക്കാരനല്ല ആഞ്ജനേയൻ. അദ്ദേഹം കണ്ട ഒരേ ഒരു ഗുരു മര്യാദ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രനാണ്. മാറ്റമൊന്നുമില്ല. അത് രാമോ വിഗ്രഹവാൻ ധർമ്മ, നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. രാമൻ ധർമ്മവിഗ്രഹമാണ്. അതുകൊണ്ട് രാമനാം ജഗദ്ഗുരു, രാമനാകുന്ന ജഗദ്ഗുരുവിന്റെ ദൂതനാണ് ഹനുമാൻ. അതുകൊണ്ടാണ് രാമദൂതോഹം. ഈ രാവണന്റെ സദസ്സ് ചെല്ലുമ്പോൾ താൻ ആരാണെന്ന് അവിടെ പരിചയപ്പെടുത്തുന്നത് ഹനുമാൻ എന്നല്ല, രാമദൂതോഹം എന്നാണ്. ഞാൻ രാമന്റെ ദൂതനാണെന്നാ പരിചയപ്പെടുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ രാമദൂതൻ ഒരിക്കലും പരാജയം സംഭവിക്കില്ല. ഈ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ജനിമരണ ജലനിധിയെ തരണം ചെയ്യുവാൻ കഴിവുള്ളവർ രാമദൂതന്മാരാണ്. അവർക്ക് ഏത് സമുദ്രത്തെയും ലംഘിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് അതിന്റെ ദാർശനിക വശം. അതും കൂടി നമ്മൾ ഇതിനകത്ത് പഠിക്കണം. കാരണം രാമായണ കഥ എന്ന് പറയുന്നത് കേവലം കഥ മാത്രമല്ല, അത് കഥ കേട്ട് ആനന്ദിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. അതിലൂടെ നാം ഈ പറയുന്ന പാരാവാരം, ഈ സംസാര സാഗരത്തെ മറികടക്കുന്നതിനുള്ള എല്ലാ ദാർശനിക ഭാവങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നുകൂടി മനസ്സിലാക്കുമ്പോഴാണ് ഇത്തരം വിഷയങ്ങളുടെ സാങ്കത്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് നമുക്ക് തിരിച്ചു വരാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ആ സമുദ്ര ലംഘനം കൊണ്ട് തന്നെ, ഹനുമാന്റെ സമുദ്ര ലംഘനം കൊണ്ട് തന്നെ ആ കഥാഗതിക്ക് അവിടെ മാറ്റം വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമന്റെ വിജയം അവിടെ ഉറപ്പായി കഴിഞ്ഞു. അല്ലെങ്കിൽ സീതയെ കണ്ടു എന്ന് തന്നെയാണ് ഹനുമാൻ പറയുന്നത്. അപ്പോ ആ ദൂതന്മാരിൽ എല്ലാവരിലേക്കാളും ശ്രേഷ്ഠനാണ് ആഞ്ജനേയൻ. അപ്പോ കഴിവുകളുടെ നിറകുടമായ ആ ആഞ്ജനേയനെയാണ് ഈ അങ്കുലികം ഏൽപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ആഞ്ജനേയന്റെ ആ ദൗത്യം അല്ലെങ്കിൽ ആ ഒരു യാത്ര എല്ലാ അർത്ഥത്തിലും നാം ആദ്യം പറയുന്നത് പോലെ തന്നെ ഈ സംസാര സാഗരത്തെ മറികടക്കുന്ന ഒരു യാത്രയാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. നാം ഓരോരുത്തരും അങ്ങനെ രാമദൂതന്മാരായിട്ട് ഈ ഭൂമിയിൽ സംസാര സാഗരം തരണം ചെയ്യണം എന്നാണ് ഇവിടെ നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാനുള്ള ഒരു വശം. നാം ഓരോരുത്തരും പഠിക്കേണ്ടതാണ്. നമ്മൾ ഓരോരുത്തരും രാമദൂതന്മാരാണ്. രാമദൂതന്മാർക്ക് മാത്രമേ ശാന്തിയും സമാധാനവും ലഭിക്കുകയുള്ളൂ. രാവണന്റെ സദസ്സിൽ ചെന്നു കഴിഞ്ഞാലും ആ രാവണന്റെ ആ സ്വർണമയ്യായ ലങ്കയിൽ പോലും മയങ്ങി വീഴാതെ ധർമ്മസ്വരൂപനായ രാമന്റെ ദൂതനായിട്ട് ചിരഞ്ജീവിയായി ഇന്നും ഹനുമാൻ ജീവിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ആ ഒരു ദാർശനിക വശം. രാവണനല്ല ചിരഞ്ജീവി, ആഞ്ജനേയനാണ് ചിരഞ്ജീവി. ഇന്നും ആഞ്ജനേയൻ നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നു രാമദൂതനായിട്ട്. കാരണം എന്താ? രാമോ വിഗ്രഹവാൻ ധർമ്മ. അതാണ് അതിന്റെ ആധ്യാത്മികവും ആദിഭൗതികവും ആദിദൈവികവുമായിട്ടുള്ള അർത്ഥതലങ്ങൾ. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഇതിനെ പഠിക്കണമെന്നാണ് ഈ ഒരു സംഘത്തിൽ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. രാമന്റെ ദൂതനായിട്ട് ഹനുമാൻ ലങ്കയിലെത്തി സീതാമാതാവിനെ കാണുന്ന ഒരു രംഗമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. ആ ദൂതന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ദൂതൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചും നമ്മളോട് ആചാര്യൻ വിശകലനം ചെയ്തു കഴിഞ്ഞു. ഈ 22ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ജയ് ശ്രീറാം. ജയ് ശ്രീറാം. നമസ്തേ ജഗൽപതേ, നമസ്തേ രമാ.